എല്ലാവർക്കും USS എക്സാം ഇംഗ്ലീഷിൽ പാരാഗ്രാഫ് ക്വസ്റ്റ്യനിൽ നിന്നും ചോദിക്കുന്ന മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള USS പരീക്ഷയ്ക്കും സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കൂട്ടുകാർ വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ ചോദ്യങ്ങളും കൂട്ടുകാർക്ക് വായിക്കാൻ സാധിക്കുകയുള്ളൂ. Robert Bruce was the king of Scotland. He was defeated in the battle against the English. He was deserted. The English were pursuing him. They wanted to make him their prisoner. He hid in a cave to save his life. He had no courage to fight another battle. In the cave, the king saw a spider. The spider was hanging from a thin thread. It was trying again and again to climb up to reach its web, but all in vain. Still, the small spider did not give up its effort. It persevered in its efforts relentlessly. At last, it succeeded in reaching its web. The king learned a lesson from the spider. He decided to make another effort to win back the freedom for his country. He came out of the cave, gave a call to his soldiers, and attacked the English. He defeated his enemy and again became the king of Scotland. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഇനി ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ഒരു മോഡലാണ് നമ്മൾ തരാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഇതുപോലെ പാരഗ്രാഫ് തന്ന് കൂട്ടുകാർക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൂട്ടുകാർക്ക് ഈ കഥയുടെ മലയാള അർത്ഥം വളരെ സിമ്പിളാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഒരു രാജാവ് യുദ്ധത്തിൽ തോറ്റ് പേടിച്ച് ഒരു ഗുഹയുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നു. അവിടെ വെച്ച് ഒരു ചിലന്തി തൻ്റെ വല നെയ്തെടുക്കാൻ പെടുന്ന കഷ്ടപ്പാടുകളും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് രാജാവ് തിരികെ പോയി യുദ്ധം ചെയ്ത് വിജയിക്കുന്നതുമാണ് ഈ കഥയുടെ സാരം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വൈ ഡിഡ് ദി ഇംഗ്ലീഷ് പെർസ്യൂ റോബർട്ട് ബ്രൂസ്? ചോദ്യം ഇതാണ്. ഇപ്പോൾ ഓപ്ഷനുകൾ കുട്ടികൾക്ക് തന്നിട്ടുണ്ടാവും. ടു മേക്ക് ഹിം കിങ് ഓഫ് സ്കോട്ട്ലാൻഡ് അഗെയിൻ, ടു മേക്ക് ഹിം കിങ് ഓഫ് ഇംഗ്ലണ്ട്, ടു മേക്ക് ഹിം ദെയർ പ്രിസണർ, ഓപ്ഷൻ ഡി ടു കിൽ ഹിം. അപ്പോൾ ഓരോ ഓപ്ഷനിലും ഓരോ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായതിന് തിരഞ്ഞെടുക്കണം. അപ്പോൾ കൂട്ടുകാർ പാരഗ്രാഫിലേക്ക് നോക്കുക. ഇംഗ്ലീഷ് പെർസ്യൂ റോബർട്ട് ബ്രൂസ്. പെർസ്യൂ എന്ന വാക്ക് ഈ പാരഗ്രാഫിൽ എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇപ്പോൾ കൂട്ടുകാർക്ക് സാധനം കാണാൻ സാധിക്കും. ഫസ്റ്റ് പാരഗ്രാഫിൽ കാണാൻ സാധിക്കും ദ ഇംഗ്ലീഷ് വെർ പെർസ്യൂയിങ് ഹിം, ദേ വാണ്ടഡ് ടു മേക്ക് ഹിം ദെയർ പ്രിസണർ. അപ്പോൾ പ്രിസണർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി. ഫ്രണ്ട്സ്, ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വൈ ഡിഡ് റോബർട്ട് ബ്രൂസ് ഹൈഡ് ഇൻ എ കേവ്? ഓപ്ഷൻ എ ടു ലേൺ എ ലെസൺ ഫ്രം ദ സ്പൈഡർ, ഓപ്ഷൻ ബി ടു സേവ് ഹിസ് ലൈഫ്, ഓപ്ഷൻ സി ടു മേക്ക് ഫ്യൂച്ചർ പ്ലാൻസ്, ഓപ്ഷൻ ഡി ടു റീഗെയിൻ ഹിസ് കറേജ്. അപ്പോൾ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: എന്തിനാണ് ഗുഹയിൽ പോയി ഒളിച്ചത്? അപ്പോൾ ഹൈഡ് ഇൻ എ കേവ് ആ വാക്ക് എവിടെയാണ് പാരഗ്രാഫിൽ ഒന്ന് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് പാരഗ്രാഫിൽ ഹി ഹൈഡ് ഇൻ എ കേവ് ടു സേവ് ഹിസ് ലൈഫ് ആ ഒരു സെൻറ്റൻസ് കാണാൻ സാധിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് അതിൽ നിന്നും ഉത്തരം ലഭിക്കും. ടു സേവ് ഹിസ് ലൈഫ്, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, തൻ്റെ ജീവൻ രക്ഷിക്കാൻ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് വാസ് ദി സ്പൈഡർ ഡൂയിങ്? ചിലന്തി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഓപ്ഷൻ എ it was trying to eat a trapped prey, option B it was looking for a prey, option C it was trying to climb up to reach its web, option D it was doing nothing. അപ്പോൾ സ്പൈഡർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പം പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. വാട്ട് വാസ് സ്പൈഡർ ഡൂയിങ്? അപ്പോൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും സെക്കൻഡ് പാരഗ്രാഫിൽ ഇറ്റ് വാസ് ട്രൈങ് അഗെയിൻ ടു ക്ലൈംബ് അപ്പ് ടു റീച്ച് ഇറ്റ്സ് വെബ്. അപ്പോൾ ആ സെൻറ്റൻസിൽ നിന്ന് കൂട്ടുകാർക്ക് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിക്കും. ഓപ്ഷൻ സി ഇറ്റ് വാസ് ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ടു റീച്ച് ഇറ്റ്സ് വെബ്. അതാണ് ശരി ഉത്തരം, ഓപ്ഷൻ സി. നാലാമത്തെ ചോദ്യം ഇതാണ്: ദ വേർഡ് ഇൻ ദ പാസേജ് വിച്ച് മീൻസ് ദി സെയിം ആസ് കണ്ടിന്യൂസ്ലി വിത്ത് ഫുൾ ഫോഴ്സ്. അപ്പോൾ ആ അർത്ഥം വരുന്ന വാക്ക് തിരഞ്ഞെടുക്കാണ്. ഓപ്ഷൻ എ പർസ്യൂ, ഓപ്ഷൻ ബി പെർസെർവ്ഡ്, ഓപ്ഷൻ സി ഓൾ ഇൻ വെയിൻ, ഓപ്ഷൻ ഡി റിലറ്റൻറ്റ്ലി. അപ്പോൾ കൂട്ടുകാർ ഈ അർത്ഥം വരുന്നത് ഹാസ് സെയിം ആസ് കണ്ടിന്യൂസ്ലി വിത്ത് ഫുൾ ഫോഴ്സ്. അപ്പോൾ ഈ വാക്ക് വരുന്നത് വേർഡ് ഇൻ വിച്ച് മീൻസ് സെയിം ആസ് കണ്ടിന്യൂസ്ലി വിത്ത് ഫുൾ ഫോഴ്സ് എന്ന് വെച്ചാൽ സർവ്വശക്തിയോടും കൂടി ഒരു അർത്ഥം വരുന്ന സന്ദർഭം നമ്മൾ ഈ പാരഗ്രാഫിൽ നിന്ന് വായിച്ചെടുക്കണം. അപ്പോൾ അത് വരുന്നത് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിലാണ്. ഇറ്റ് പ്രിസർവ്സ് ഇൻ എഫേർട്സ് റിലക്റ്റൻസ്ലി. അപ്പോൾ എന്ന് വെച്ചാൽ എഫേർട്ടിൽ അത് കഠിനാധ്വാനം, 8 കാലിൻ്റെ കഠിനാധ്വാനത്തിൽ അത് ഉറച്ചു നിന്നു, സർവ്വശക്തിയോടും കൂടി വീണ്ടും അത് നെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക, റിലറ്റൻസ്ലി. കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉത്തരം കിട്ടാൻ ലഭിക്കാനായിട്ട് കൂട്ടുകാർ അർത്ഥങ്ങൾ കൂടി പഠിക്കാനാണ്. നമുക്കിനി മറ്റൊരു സന്ദർഭം നോക്കാം. ഒരു പാരഗ്രാഫ് തന്നത്: ഇൻസെക്ട്സ് ആർ എമംഗ് ദി മോസ്റ്റ് ഫാസിനേറ്റിംഗ് എനിമൽസ് ഓൺ എർത്ത്.
They smell chiefly with their antennae and some taste with their feet. Many insects hear by means of hairs on their body. Others have ears on their legs on the sides of their bodies. Insects have no voices, but some make noises that can be heard over 1.5 kilometers away. Insects have no lungs but breathe through holes in their sides. Some insects have no eyes and others have 5 eyes or more. Many insects have enormous strength for their size. An ant can lift a weight 50 times as heavy as its body. If an 80 kilogram man could do as well, he could lift more than 3.5 metric tons with his teeth. A flea can long jump about 35 centimeters. If a human being could do as well, he or she could jump over 200 meters. അപ്പോൾ ഈ ഒരു പാരാഗ്രാഫ് കൂട്ടുകാർ ആദ്യം വായിക്കുക. ഈ പാരാഗ്രാഫ് ഇൻസെക്ട്സ് പ്രാണികളെ പറ്റിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രാണികളായി ബന്ധപ്പെട്ട വസ്തുതകളാണ് തന്നിട്ടുള്ളത്. ചില സമയത്ത് ഇതുപോലെ വസ്തുതകൾ തരും ഓരോന്നിനെ പറ്റിയിട്ടുള്ളത്. അഥവാ ചില സമയങ്ങളിൽ കഥകൾ നമ്മൾ മുന്നേ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ ചില കഥകൾ തരും. അപ്പോൾ നമുക്ക് ഇതിലത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ: ഇൻസെക്ട് സ്മെൽ ചീഫ്ലി വിത്ത് ദെയർ. ഓപ്ഷൻ എ ലെഗ്സ്, ഓപ്ഷൻ ബി ഹെയർസ് ഓൺ ദെയർ ബോഡീസ്, ഓപ്ഷൻ സി ആൻറ്റിന, ഓപ്ഷൻ ഡി നോസ്. ഇൻസെക്ട് സ്മെൽ. അപ്പോൾ ആ വേർഡ് വരുന്നത് ആ വാക്ക് വരുന്ന സെൻറ്റൻസ് കൂട്ടുകാർ പാരാഗ്രാഫിൽ കണ്ടെത്തണം. അപ്പോൾ കൂട്ടുകാർ കാണാൻ സാധിക്കും സെക്കൻഡ് ലൈനിൽ ദ സ്മെൽ ചീഫ്ലി വിത്ത് ദെയർ ആൻറ്റിനൈ. ചീഫ്ലി വിത്ത് ദെയർ ആൻറ്റിനൈ. അപ്പോൾ കൂട്ടുകാർക്ക് ഉത്തരം കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആൻറ്റിനൈ. ആൻസർ സി ആൻറ്റിനൈ. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: മെനി ഇൻസെക്ട്സ് ഹിയർ ബൈ മീൻസ് ഓഫ്. അവർ എങ്ങനെ കേൾക്കുന്നത് ഇൻസെക്ട്സ്? ഓപ്ഷൻ എ നോസ്, ഓപ്ഷൻ ബി ഹെയർസ് ഓൺ ദെയർ ബോഡി, ഓപ്ഷൻ സി ഇയേഴ്സ്, ഓപ്ഷൻ ഡി ആൻറ്റിനെ. ഇൻസെക്ട്സ് ഹിയർ. അപ്പോൾ ആ ഒരു വാക്ക് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പാരാഗ്രാഫ് വായിച്ചിട്ട് ഹിയേഴ്സ് ആ വാക്ക് വരുന്ന സെൻറ്റൻസ് നോക്കണം. അപ്പോൾ കൂട്ടുകാർ കാണാൻ സാധിക്കും ഫോർത്ത് ലൈനിൽ നാലാമത്തെ വരിയിൽ മെനി ഇൻസെക്ട്സ് ഹിയർ ബൈ മീൻസ് ഓഫ് ദെയർ ഹെയർസ് ഓൺ ദെയർ ബോഡീസ്. ഹിയർ ബൈ മീൻസ് ഓഫ് ഹെയർസ് ഓൺ ദെയർ ബോഡീസ്. അപ്പോൾ കൂട്ടുകാർക്ക് രണ്ടാമത്തെ ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി ഹെയർസ് ഓൺ ദെയർ ബോഡീസ്. ഓപ്ഷൻ ബി ഹെയർസ് ഓൺ ദെയർ ബോഡീസ്. അപ്പോൾ കൂട്ടുകാർക്ക് രണ്ടാം ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കൂട്ടുകാർ പാരാഗ്രാഫ് നന്നായി വായിച്ചിട്ട് വേണം ഉത്തരങ്ങൾ എഴുതാൻ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ആൻ ആൻറ്റ് ക്യാൻ ലിഫ്റ്റ് എ വെയ്റ്റ് ഡാഷ് ടൈംസ് ആസ് ഹെവി ആസ് ഇറ്റ്സ് ബോഡി. ഒരു ഉറുമ്പിനെ എത്ര ഭാരം പൊക്കാൻ സാധിക്കുന്നു അതിൻ്റെ ബോഡീനേക്കാൾ? ഓപ്ഷൻ എ 50%, 50 ടൈംസ്, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 20. അപ്പോൾ ആൻഡ് ക്യാൻ ലിഫ്റ്റ് ആ വാക്ക് വരുന്ന സെൻറ്റൻസ് കൂട്ടുകാർ പാരാഗ്രാഫിൽ കണ്ടുപിടിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും ഒരു 10-12 വരി കഴിഞ്ഞാൽ ഒരു 13ാമത്തെ 14ാമത്തെ വരിയിൽ ആൻ ആൻഡ് ക്യാൻ ലിഫ്റ്റ് എ വെയ്റ്റ് 50 ടൈംസ് ആസ് ഹെവി ആസ് ഇറ്റ്സ് ബോഡി. 50 ടൈംസ് ആസ് ഹെവി. അപ്പോൾ കൂട്ടുകാർക്ക് അതിൽ നിന്ന് ഉത്തരം ലഭിക്കും ആൻ ആൻഡ് ക്യാൻ ലിഫ്റ്റ് 50 ടൈംസ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ 50. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ മിക്കതും മീനിങ് ആണ് ചോദിക്കുന്നത്. ദ വേർഡ് ഫാസിനേറ്റിംഗ് മീൻസ്. ഫാസിനേറ്റിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ ക്രൂവൽ, ഓപ്ഷൻ ബി ഇറിറ്റേറ്റിംഗ്, ഓപ്ഷൻ സി അഗ്ലി, ഓപ്ഷൻ ഡി ഹാവിങ് ഗ്രേറ്റ് അട്രാക്ഷൻ. ഫാസിനേറ്റിംഗ്. അപ്പോൾ ആ വാക്ക് വരുന്ന സെൻറ്റൻസ് കൂട്ടുകാരൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക പാരഗ്രാഫിൽ. ഇപ്പോൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ലൈനിൽ നിന്നുണ്ട് ഇൻസെക്ട്സ് ആർ എമംഗ് ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് എനിമൽസ് ഓൺ എർത്ത്. ഫാസിനേറ്റിംഗ് ഓൺ എർത്ത്. അപ്പോൾ എന്താ വെച്ചാൽ ഫാസിനേറ്റിംഗ് നടത്തുന്ന വെച്ചാൽ എന്താ വരിക? ഒരു അട്രാക്ഷൻ, ഒരു ആകർഷത തോന്നുന്നതാണ് ഇൻസെക്ട്സ്. ചെറു പ്രാണികളൊക്കെ ഒരു ആകർഷത, അല്ലാണ്ട് അവർക്കും വെറുപ്പ്, ഇറിറ്റേറ്റ്, വൃത്തികൾ അങ്ങനെയല്ല തോന്നുന്നത്, നമുക്കൊരു അട്രാക്ഷൻ. അപ്പോൾ ആ ഒരു ഉത്തരമാണ് ഓപ്ഷൻ ഡി 4, ഹാവിങ് ഗ്രേറ്റ് അട്രാക്ഷൻ. ഓപ്ഷൻ ഡി. ഇപ്പോൾ കൂട്ടുകാർ ഇതുപോലെയുള്ള മീനിങ്സിൻ്റെ അർത്ഥം, ഒരു ആവറേജ് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ അർത്ഥം കൂട്ടുകാർ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.